സാറാണ്. നമ്മളിന്ന് പ്ലസ് ടുക്കാരുടെ മോഡൽ എക്സാമിന് വന്ന കുട്ടികളെ വട്ടം കറക്കിയ കുറേ ചോദ്യങ്ങളുണ്ട്. അതിൽ ഒന്നാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. ഇതേപോലെ ബാക്കി ക്വസ്റ്റ്യൻസുകൾ ഇതിൻ്റെ സമയത്തിന് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. എല്ലാവരും നമ്മുടെ ക്ലാസ് കാണുന്നത് ആദ്യമായിട്ടാണെങ്കിൽ ഒന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണം. അടിപൊളിയായിട്ടുള്ള ക്ലാസ്സുകൾ തരും. എൻട്രൻസിൻ്റെയൊക്കെ സൂപ്പർ ട്രിക്സുകളൊക്കെ വെച്ചുകൊണ്ടുള്ള ക്ലാസ്സുകൾ തരും. പിന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ക്രാഷിന് ജോയിൻ ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് എൻട്രൻസിന് ജോയിൻ ചെയ്യാം. നിങ്ങളുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ 10th CBSE, 10th കേരള, +1 എന്തിനും അടിപൊളിയായിട്ട് നമ്മൾ ഉത്തരവാദിത്തത്തോടെ ക്ലാസ് തരും. മാക്സിമം മെറ്റീരിയൽസും നിങ്ങളുടെ ഡൗട്ട്സുകളെല്ലാം ക്ലിയർ ചെയ്തുള്ള ക്ലാസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്ക് നമ്മുടെ എക്സാമിന് വന്ന രണ്ടാമത്തെ ചോദ്യമാണ് കേട്ടോ. രണ്ടാമത്തെ ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിലെ ആദ്യത്തെ കുഴപ്പമില്ല. പ്രിൻസിപ്പൽ വാല്യൂവിനെ കണ്ടുപിടിക്കാനായിരുന്നു. സൈൻ ഇൻവേഴ്സ് -1/2 ഓക്കെ ആയിട്ടുണ്ട് അല്ലേ. സൈൻ ഇൻവേഴ്സ് -1/2 എന്ന് പറഞ്ഞാൽ മൈനസിനിങ്ങി പുറത്ത് വന്നു കഴിഞ്ഞാൽ മൈനസ് സൈൻ ഇൻവേഴ്സ് 1/2 ഓക്കെ, ദാറ്റ് ഈസ് -π/6 ഓക്കെ. ഒരു മാർക്കേ കിട്ടുള്ളൂ അല്ലേ. ഇനി ബാക്കി 3 മാർക്ക്, അതാണ് പ്രശ്നം പറ്റിയത്. അതെൻ്റെ ഭാഗ്യത്തിന് നമ്മുടെ കുട്ടികളുടെ ഞാൻ പറഞ്ഞായിരുന്നു ഈ വർഷം മിക്കവാറും ഈ ക്വസ്റ്റ്യനൊക്കെ ആയിരിക്കും വരുന്നത്. കാരണം 3 മാർക്കുള്ള ഒരു ക്വസ്റ്റ്യൻ അവർക്ക് ചോദിക്കണമെങ്കിൽ ഇത്തിരി വെയിറ്റുള്ള പവറുള്ള ഒരാളെ വേണ്ടായോ. പവർ ഉള്ളത് തന്നെ ആയിപ്പോയി, പക്ഷേ ഇത്തിരി കൂടിപ്പോയി എന്നുള്ളതേ ഉള്ളൂ പ്രശ്നം. ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. കോസ് ഇൻവേഴ്സ് cos 7π/6 ഇതായിരുന്നു. അപ്പം ഇത് ചെയ്യാൻ നമുക്ക് ഇത്തിരി പണിയാണ് കേട്ടോ. അത്ര എളുപ്പമാണെന്ന് ഞാൻ പറയുന്നില്ല. സൈനും കോസ് ടാനും ആയിരുന്നെങ്കിൽ ഇത്തിരി എളുപ്പമുണ്ടായിരുന്നു. പക്ഷേ ഇത് കോസ് ആയതിൻ്റെ പേരിൽ തന്നെ ഇത്തിരി പ്രശ്നമുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ റിസൾട്ട് നോക്കുക. കോസ് ഇൻവേഴ്സ് cos x എന്ന് കണ്ടാൽ x എന്ന് നമുക്ക് എഴുതാം. എന്ന് പറഞ്ഞാൽ കോസ് ഇൻവേഴ്സിനുള്ളിൽ കോസ് വന്നാൽ, സൈൻ ഇൻവേഴ്സിനുള്ളിൽ സൈൻ വന്നാൽ, ടാൻ ഇൻവേഴ്സിനുള്ളിൽ ടാൻ വന്നാൽ എന്ന് പറയാൻ മീനിങ് എന്തുവാ, ഏതാണോ ഇൻവേഴ്സ് അതേ ട്രിഗണോമെട്രി അകത്ത് വന്നാൽ രണ്ടിനെയും കൂടെ കളഞ്ഞിട്ട് ആ എക്സിനെ മാത്രം എഴുതാം. ബട്ട് ഒരു കണ്ടീഷനുണ്ട്. അത് പ്രിൻസിപ്പൽ ബ്രാഞ്ചിനൊക്കെ ഇടയ്ക്കായിരിക്കണം. മീൻസ് ഇതിൻ്റെ ആൻസർ എപ്പോഴും 0 to π ഇടയ്ക്കായിരിക്കണം മോനെ. ഇതായിരിക്കണം കണ്ടീഷൻ കേട്ടോ. 0 to π എന്ന് പറഞ്ഞാൽ 0യ്ക്കും 180ക്കും ഇടയ്ക്കായിരിക്കണം ഇവിടെ വരുന്ന ആൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ എക്സ്. 7π/6 എന്ന് പറഞ്ഞാൽ 0യ്ക്കും 180ക്കും ഇടയ്ക്കാണോ? ഒന്ന് ആലോചിച്ചേ. 7π/6 എങ്ങനെയാണ് ചെയ്യുന്നത്? നിങ്ങൾ 7നെ മാറ്റി എടുത്തിട്ട് വാട്ട് ഈസ് 5/6? 30. 7π/6 7 × 30 210 210 അല്ലേ. അപ്പോൾ ഇത് 210. 210 എന്ന് പറഞ്ഞാൽ 0-നും 180-നും ഇടയ്ക്കല്ല അല്ലേ. അവിടെ കണ്ട് നിൽക്കുക, ഇവിടെ കണ്ടുണ്ട് ഇല്ലയോ. അവനെ വലിച്ചഴിച്ചുകൊണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് എത്തിക്കണം, എന്നിട്ട് ആൻസർ എഴുതണം. അതാണ്. അപ്പോൾ വലിച്ചഴിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ എളുപ്പം വരത്തില്ല. അവനെ ഇവിടെ കൊണ്ടുവരുന്നതിന് ഇത്തിരി പണിയുണ്ട്. അതാണ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഇവിടോട്ട് ഞാൻ ചെയ്യാം. ദാറ്റ് ഈസ് കോസ് ഇൻവേഴ്സ് കോസ് 210 ഡിഗ്രി. പതുക്കെ വളരെ സ്ലോ ചെയ്താൽ മതി. 1-2 പ്രോബ്ലംസുകളുണ്ട് ഇതിനകത്ത് കേട്ടോ. ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ്. ഫസ്റ്റ് കുഴപ്പമൊന്നുമില്ല. ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് 180 + 30. നോ പ്രോബ്ലം. 210-ന് 180 + 30 210. ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് കോസ്. നമുക്കറിയാം 180 ആകുമ്പോൾ ചേഞ്ച് ചെയ്യത്തില്ല. റിഡക്ഷൻ ഫോർമുല +1 അതാകെ പ്രശ്നത്തിലാണ് കിടക്കുന്നത്. എന്നാലും ഓർത്തോ, 180 ആണെങ്കിൽ പിന്നെ ഈ കോസ് തന്നെ എഴുതാം, ഈ 30 തന്നെ എഴുതാം. ഇനി ഇത് പ്ലസ് ആണോ മൈനസ് ആണോ, അതാണ് പ്രശ്നം. ഇത് പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് ഒരാൾ ചോദിച്ചാൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 180 പ്ലസ് ലൈസ് ഇൻ വിച്ച് ക്വാഡ്രൻറ്റ്? 180 ലൈസ് ഇൻ തേർഡ് ക്വാഡ്രൻറ്റ്. ഓക്കെ, തേർഡ് ക്വാഡ്രൻറ്റിൽ കോസ് എന്താണ് മോനെ? മൈനസ് ആണ്. ഉണ്ടോ? അപ്പോൾ കോസ് ഇൻവേഴ്സ് മൈനസ് കോസ് 30 നടക്കുന്നു. നമുക്ക് കോസ് ഇൻവേഴ്സിനുള്ളിൽ വെറും കോസ് വരണം, മൈനസ് ഒന്നും പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഈ മൈനസിന് ചുമ്മാ അകത്തോട്ട് കൊടുക്കാൻ പറ്റത്തില്ല, പുറത്തോട്ട് കൊടുക്കാൻ പറ്റത്തില്ല. ആ മൈനസ് പോകത്തില്ല. അവനെ കളയണമെങ്കിൽ ഇത്തിരി പണിയുണ്ട്. അതാണ് അടുത്ത് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിച്ചോണം. ദാറ്റ് ഈസ് കോസ് ഇൻവേഴ്സ്. അതിനുവേണ്ടി അടുത്ത പരിപാടി കോസ് 180 - x. എല്ലാം ശ്രദ്ധിച്ചോണം. കോസ് 180 - x. കോസ് 180 - x എന്ന് പറഞ്ഞാൽ അത് മൈനസ് കോസ് എക്സ് ആണ് കേട്ടോ. പഠിച്ചിരുന്നോണം, നമ്മൾ +1 പഠിക്കുന്നതാണ്. കോസ് 180 - x മൈനസ് കോസ് എക്സ്. അപ്പോൾ തിരിച്ചങ്ങോട്ട് വായിച്ചാൽ മോനെ, മൈനസ് കോസ് എക്സ് ക്യാൻ ബി റിട്ടൺ ആസ് കോസ് 180 -
എക്സ്. ഓക്കെ, മൈനസ് കോസ് എക്സിനെ നമ്മൾ ഈ മൈനസ് ഇല്ലാതെ, അവിടെയാണ് നമ്മുടെ ക്ലൂ. ഓക്കെ, ഈ മൈനസ് ഇവിടെ എഴുതാതിരുന്നാൽ എങ്ങനെ എഴുതണം? കോസ് ഓഫ് 180 മൈനസ് ദിസ് ആംഗിൾ. അങ്ങനെയാണെങ്കിൽ മൈനസ് കോസ് 30 നമുക്ക് എങ്ങനെ എഴുതാം? ഈ എക്സ് ഇവിടെ 30 ആയിട്ട് കരുതിയാൽ കോസ് ഓഫ് 180 മൈനസ് 30 ഇതാണ്. ഓക്കെ, 180 മൈനസ് 30 എന്ന് എഴുതി. മൈനസ് കോസ് 30 തുല്യമാണ് കോസ് 180 മൈനസ് 30. ദാറ്റ് ഈസ് ഈ മൈനസിനെ കളഞ്ഞു. ആ മൈനസിനെ കളയാനുള്ള ഒരു മാർഗമായിരുന്നു അത്. ഓക്കെ, ദാറ്റ് ഈസ് കോസ് ഇൻവേഴ്സ് കോസ് 180 മൈനസ് 30 എന്ന് പറയുമ്പോൾ 180 നിന്ന് 30 പോയാൽ എത്ര മോനെ? 150 ഡിഗ്രി. അങ്ങനെ കോസ് ഇൻവേഴ്സിനുള്ളിൽ കോസ് വന്നു. അകത്ത് കിടക്കുന്ന ആംഗിളായ 180 ആർക്ക് ഇടയ്ക്കാൻ മോനെ? 0-നും 180-നും ഇടയ്ക്കാക്കി വലിച്ചടിച്ചുകൊണ്ട് വന്നു. ഇതിൻ്റെ ഇടയ്ക്ക് എത്തിച്ചു, 150-ൽ എത്തിച്ചു. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഇവരെ രണ്ടുപേരും കളയാം. therefore ആൻസർ ഈസ് 150 ഡിഗ്രി. ദാറ്റ്സ് ഓൾ. ഓക്കെ, ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. അത്ര രസകരമല്ല, ശുഭകരമല്ല എന്നറിയാം. മെത്തേഡ് ഇതേ ഉള്ളൂ എന്ന് മാത്രം. എത്ര മാർക്കാണ്? 3 മാർക്ക്. ഇവിടെയൊക്കെ ഒരാൾ ഓടി വന്നാലും മിക്കവാറും ഇവിടെയൊക്കെ വെച്ച് ആക്സിഡൻറ്റ് ഉണ്ടായി കാണും. തുടങ്ങിയേ കാണത്തില്ല, അവർക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായി കാണത്തില്ലായിരിക്കും. പക്ഷേ എഴുതി വന്നവർക്കൊക്കെ ഇവിടെ വെച്ച് ആക്സിഡൻറ്റ് ഉണ്ടായി കാണും. നല്ലപോലെ പഠിക്കുന്നവരാണെങ്കിൽ പോലും മിക്കവാറും ഇവിടെ വെച്ച് വീഴാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ വീഴേണ്ടതെല്ലാം കണ്ടു. ഇനി വീഴല്ലെന്ന് ഉറപ്പിച്ചു. ഇതേപോലെ വേണം പഠിക്കാൻ. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഈ പ്രോബ്ലം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് മാക്സിമം പറ്റുന്നിടത്തൊന്ന് ഷെയർ ചെയ്യുക. എല്ലാവരും ഇതൊന്ന് കാണണമെന്ന് വെച്ചുകൊണ്ടിരിക്കുകയായിരിക്കും പ്രോബ്ലം. ഒക്കെ കാരണം ഇപ്പോൾ പഠിക്കാനുള്ളൊരു ആഗ്രഹമൊക്കെ കൂടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒന്ന് പറ്റുന്നെങ്കിൽ ഞാൻ അത്രേ പറയത്തുള്ളൂ. എല്ലാവർക്കും സമയമില്ല. അതുകൊണ്ട് പറ്റുന്നെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ടിന് ഇതൊന്ന് ഷെയർ ചെയ്യുക. ഇതേപോലെ ക്ലാസ്സുകൾ വരും, കാത്തിരിക്കണം. ഗുഡ് ബൈ.